അവിടെ സത്യപ്രതിജ്ഞ, ഇവിടെ പുറത്തേക്ക് പോകൽ. ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും പൊടിപൊടിക്കുമ്പോഴാണ് അതിലൊന്നും ചേരാതെ ആ ശ്രീലേഖ മടങ്ങിയത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രാജേഷ് എന്ന് പറയാം, തിരുവനന്തപുരത്ത് ഇനി ബീഫ് പാടില്ല, ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ബീഫ് പാടില്ല, പകരം ഉള്ളിക്കറി നിങ്ങൾ വിളമ്പിക്കുക എന്ന് പറയേണ്ട അവസ്ഥ ഒന്നും വരുത്തരുത്. ഞാൻ ആദ്യം വിചാരിച്ചേ ഇത് എൻ്റെ ഈ സ്പീക്കറിന്റെ വല്ല പ്രശ്നമായിരിക്കും, കുറേയൊക്കെ ഫോണൊക്കെ തട്ടി നോക്കി. പിന്നെയാണ് കാര്യം ഇത് സ്പീക്കറിന്റെ പ്രശ്നമല്ല, ഇത് ആ പറഞ്ഞ ആളുടെ പ്രശ്നമാണ്. എന്താണല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ പൊട്ടണ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇത് തിരുവനന്തപുരത്ത് നടത്താമെന്ന് തോന്നുന്നില്ലേ? അതെ, തിരുവനന്തപുരത്ത് നടന്ന BJP-യുടെ ഒരു കൗൺസിലർ വന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ്. നമ്മുടെ രാജ്യത്ത് ഏത് ഭാഷയിലും സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? പല നാട്ടിലും നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞ പോലെ പല നാട്ടിലും പല ഭാഷകളും പല മതങ്ങളും പല സാഹചര്യങ്ങളും ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്നത് അവിടെ കേട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഷ പറഞ്ഞു തന്നത്. അല്ലാണ്ട് അലങ്കാരത്തിനും സ്റ്റൈലിനും വേണ്ടിയിട്ടല്ല നമ്മൾ അവിടെ കയറി ഈ ആർക്കും മനസ്സിലാവട്ടെ. ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരു മരമണ്ടനും ഈ ഭാഷ ഏതാണെന്ന് മനസ്സിലായില്ല, സംസ്കൃതം എന്നുള്ളത് അറിയില്ല, ഈ പറഞ്ഞ മണ്ടനും അറിയില്ല എന്നുള്ള സത്യം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളിനിയിപ്പം ഈ ഭാരതത്തിന്റെ പഴയ പാരമ്പര്യം കാത്തുവെക്കാണ് ഏറ്റവും നല്ലത്. ഒരു മറ്റേ കോണകം ചുറ്റി വന്നിട്ട് നമ്മൾ ഈ ഭാഷ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആപ്റ്റ് ആയിരുന്നു. ആ കാലത്തായിരുന്നു നമ്മൾ ഈ ഭാഷ സംസ്കൃതം നമ്മൾ യൂസ് ചെയ്തിരുന്നതും. അന്നത്തെ കാലത്ത് കോണകം കുത്തി വന്ന ആളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഭാഷ പറഞ്ഞത്. അപ്പം ഏറ്റവും ബെസ്റ്റ് ചേട്ടന് കോണകം കുത്തി വന്നിട്ട് ഈ ഭാഷ സംസാരിച്ചിരുന്നാൽ കുറച്ചുകൂടെ പൊളിച്ചനെ. ആരെ കാണിക്കാൻ? എന്ത് പ്രഹസനമാണ് സജി നീ കാണിച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. വേറെ ഒന്നുകൊണ്ടും അല്ല, അതുകൊണ്ട് മാത്രമാണ് ഇതെടുത്തിട്ട് പറഞ്ഞത്. ഇങ്ങനത്തെ പല പ്രഹസനങ്ങളും കണ്ട കൂട്ടത്തിലെ ഒരാൾ ഈ പറഞ്ഞ നമ്മുടെ നഗരസഭൻ്റെ കാര്യാലയത്തിൻ്റെ ഉള്ളിലിരുന്ന് കരയുന്നത് കണ്ടപ്പം കുറച്ചൊക്കെ സങ്കടം തോന്നിപ്പോയിട്ടു. നിങ്ങൾ കണ്ടിരുന്ന ആ കരച്ചിൽ വല്ലാത്തൊരു കരച്ചിലായിരുന്നു മക്കളെ. കണ്ണ് നിറഞ്ഞ് സങ്കടം കൊണ്ട് തുളുമ്പുന്ന ഒരു കരച്ചിലായിരുന്നു നമ്മുടെ ex-IPSകാരിയുടെ അവസ്ഥ. ശ്രീലേഖ ex-IPSയുടെ അവസ്ഥ നമ്മൾ ഇന്നലെ കണ്ടുല്ലേ. എന്തായിരുന്നു? കാത്തു സൂക്ഷിച്ച മേയർ മാമ്പഴം വി രാജേഷ് കൊത്തിപ്പോയേ, അയ്യോ കാക്ക കൊത്തിപ്പോയേ, ഇതായിരുന്നു അവസ്ഥ. തിരുവനന്തപുരത്ത് മേയർ പദവി കിട്ടാത്തതിൽ ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തി. വി രാജേഷിന്റെ സത്യപ്രതിജ്ഞ തീരും മുൻപ് തന്നെ ശ്രീലേഖ കൌൺസിൽ ഹാളിൽ നിന്നും പുറത്തുപോയി. ഉറപ്പിച്ച മേയർ കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ അവസാനം വെട്ടിയത് സംസ്ഥാന BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയാണ്. എന്നാൽ തർക്കങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനും സുരേന്ദ്രനും തള്ളി. വി മുരളീധരൻ പ്രതികരിച്ചില്ല. എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അവിടെ സത്യപ്രതിജ്ഞ, ഇവിടെ പുറത്തേക്ക് പോകൽ. ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും പൊടിപൊടിക്കുമ്പോഴാണ് അതിലൊന്നും ചേരാതെ ആ ശ്രീലേഖ മടങ്ങിയത്. കൌൺസിൽ ഹാളിന് പുറത്തേക്കിറങ്ങി അതിവേഗം വാഹനം വിളിച്ചു പോയി. ഇന്നലെ ഉച്ചവരെ ഉറപ്പിച്ച മേയർ പദവി നഷ്ടമായതിന്റെ അതൃപ്തിയിലാണ് ശ്രീലേഖ. ശാസ്തമംഗലത്ത് ഇറക്കുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. അധികാരം പിടിച്ച ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഉറപ്പിച്ചു. സംസ്ഥാന നേതൃനിരയിലെ ചില നേതാക്കൾക്ക് വി രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലേഖയെ തുണയ്ക്കാനുള്ള മറ്റൊരു കാരണം. എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചതും പിന്നാലെ RSS ഇടപെടലും പദവി രാജേഷിലേക്ക് എത്തിച്ചു. ഇത് വേണ്ടാത്ത കോൺട്രവേഴ്സി മീഡിയ ക്രിയേറ്റഡ് ആണ്. ഫോർ ദ മീഡിയ, ബൈ ദ മീഡിയ, ഓഫ് ദ മീഡിയ. മേയർ ആരാവുമെന്നോ ഡെപ്യൂട്ടി മേയർ ആരാവുമെന്നോ രാജീവ് എന്നോട് പറയുമ്പോൾ മാത്രമാണ് ഞാൻ അറിഞ്ഞത്. ഇലക്ഷൻ കഴിയട്ടെ, നമുക്ക് പറയാം. 3 പ്രശ്നങ്ങളാണ് BJP നേതൃത്വത്തിന് മുന്നിൽ. 1, മേയറാക്കമെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ച ശ്രീലേഖയെ അനുനയിപ്പിക്കണം. 2, ഇനി ചർച്ചകൾ കൂടാതെ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള പരിമിതി. എല്ലാറ്റിലും പ്രധാനമായി ബ്ലാങ്ക് ചെക്ക് നൽകിയ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായ വിശ്വാസക്കുറവ്. ഏഷ്യാനെറ്റ് ന്യൂസ്. എന്തോ കിട്ടും എന്തോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അധികാര മോഹം മൂത്ത് ഇത്രയും കാലം കേരള IPS അല്ലെങ്കിൽ കേരള DGP വരെ ആയിട്ട് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ആ ഒരു അധികാര പദവി, ആ ഒരു അധികാര ശ്രേണി വീണ്ടും ഞങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് മേയറായിട്ട് ഈ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ നഗരാധിപതിയായിട്ട് കുറച്ചു കാലം, ഒരു 5 കൊല്ലം അങ്ങോട്ട് വിഹരിക്കാമെന്ന് വിചാരിച്ചു. പാവത്തിന് നല്ല 8ന്റെ അടി തന്നെ കിട്ടിയത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മേയർ സ്ഥാനാർത്ഥി തന്നെ ആയിരുന്നു. ചന്ദ്രശേഖരൻ്റെയും ചന്തിക്ക് തന്നെയാണ് കൊടുത്തത് മറ്റാരുമല്ല, സുരേന്ദ്രൻ ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ മുരളീധരൻ ഗ്രൂപ്പൊക്കെ തന്നെയാണ്. അവർ വ്യക്തമായിട്ട് നല്ലൊരു കളി കളിച്ചു, കേന്ദ്രത്തിൽ വരെ പിടിച്ച് കളിച്ചു തന്നെയാണ്. അത് കുറ്റം ഞാൻ പറയുന്നില്ല, എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യം 35 സീറ്റിൽ നിന്ന് 50 സീറ്റാക്കി, പിന്നെ ഒരു സ്വതന്ത്രനും കൂടെ കൂടി കഷ്ടപ്പെട്ട് ആ ഒരു നഗരസഭ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ
അവിടെ ശരിക്കും അവിടെ കഷ്ടപ്പെട്ട അടി കിട്ടി ചാണകം തിന്ന് മൂത്രം കുടിച്ച് ജീവിച്ച് പാവപ്പെട്ട് അവിടെ വന്നിട്ടുള്ള വി രാജേഷിനെ പോലത്തെ ആൾക്കാർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അതല്ലാണ്ട് അധികാരമോഹം കിട്ടിയിട്ട് ഇത്രയും കാലം അധികാരത്തിലിരുന്ന് ഇനിയും പോരാ എനിക്ക് ഇനിയും കിട്ടണം, അപ്പം അതിന് BJP-യിലോട്ട് ചാടാം എന്നും വിചാരിച്ച് BJP-യുടെ കൂടെ കൂടിയിട്ട് ഒപ്പം കിട്ടും എന്ന് വിചാരിച്ചത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് BJP-യുടെ ഏത് നേതൃത്വം, സംസ്ഥാന നേതൃത്വമാണെങ്കിലും വേണ്ടില്ല, കേന്ദ്ര നേതൃത്വമാണെങ്കിലും എടുത്ത തീരുമാനം വളരെ ബെസ്റ്റായിരുന്നു. ആ അടി ശരിക്കും കിട്ടിയത് നമ്മുടെ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് തന്നെയാണ്. കാരണം ചന്ദ്രശേഖരൻ ഇത് കൊടുക്കണ സമയത്തെ ചന്ദ്രശേഖരൻ നിങ്ങൾ ഇടിച്ച തിരുവനന്തപുരം അല്ലെ കേരളം എന്ന് പറഞ്ഞിട്ട് അമിത്ഷാ കൊടുക്കും. അമിത്ഷാ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് 19-20% വോട്ട് ഉള്ളത് നമ്മൾ 25% പ്രാവശ്യമാക്കണം. 1000-ന്റെ മേലെ വാർഡുകൾ നമ്മൾ പിടിച്ചെടുക്കണം. ഇത് രണ്ടും നടന്നിട്ടില്ല. BJP എന്തൊക്കെ കൊടികുത്തി വർത്താനം പറഞ്ഞാലും വാർഡിൻ്റെ എണ്ണം കുറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ 25% പോയിട്ട് വെറും 14%-ലോട്ട് ലോക്സഭയെ കമ്പയർ ചെയ്യുമ്പോൾ വോട്ട് വിഹിതം കുറഞ്ഞു കിടക്കുന്ന പാർട്ടിയാണ് ഇപ്പം BJP കേട്ടോ. പല സ്ഥലത്തും 2ാം സ്ഥാനത്തെത്തി എന്ന് പറഞ്ഞത് 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുക ചെയ്തിട്ടുള്ളത്. അത് ഇപ്പോഴും പാവപ്പെട്ട ഈ ചങ്കിക്കുട്ടിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയോ 15 സീറ്റ് എക്സ്ട്രാ കൂടി ഒരു കോർപ്പറേഷൻ കിട്ടിയെന്നല്ലാണ്ട് പാലക്കാട് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും മറ്റ് പല സ്ഥലങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സീറ്റുകൾ എണ്ണം കുറഞ്ഞിട്ടേ ഉള്ളൂ. പാലക്കാട് 28 24 ആയിട്ടേ ഉള്ളൂ. 12 കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ. ഇങ്ങനെ പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ പാർട്ടിയുടെ അകത്ത് ഉണ്ടം തിരിഞ്ഞിരിക്കുന്നുണ്ട്. അമിത്ഷാ ഇപ്പം കിട്ടും ഞൊട്ടി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും വേണ്ട പോലെ ഈ പറഞ്ഞ വർഗീയ പാർട്ടിനെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ വോട്ട് കുത്താനുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു ചാൻസ് ആക്കിയിട്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ടുള്ളതും. അത് നല്ല വെടിപ്പായിട്ട് ഈ പറഞ്ഞ ആൾക്കാർ ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ കലിപ്പൊക്കെ തന്നെയാണ്. അതായത് നാട്ടിലെ പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം നിൽക്കുന്നിടത്തൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിമാരെ നിർത്തിയിട്ടും ഈ പറഞ്ഞ ക്രിസ്ത്യാനികൾക്ക് ബോധമുള്ളത് കൊണ്ട് അവർ തിരിച്ചു വോട്ട് കുത്തിയതിൻ്റെ കലിപ്പാണ് കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ മണ്ടക്കെട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്രിസ്മസിന് നമ്മൾ കണ്ടത് അല്ലേ. സത്യം. അപ്പോൾ നമ്മുടെ IPS ആയി കുറേ ഡാൻസ് കളിച്ചു നോക്കി, പലതരത്തിലുള്ള ഡാൻസ് കളിച്ചു നോക്കി, രക്ഷയില്ല. എങ്ങനെയൊക്കെ ജയിപ്പിച്ചു, പക്ഷേ മേയർ സ്ഥാനം കിട്ടിയില്ല. ആ സ്ഥാനത്ത് തന്നെ അവിടെ വി രാജേഷിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഇറങ്ങിപ്പോയത് അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിരുന്നോ? ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്തോ വലുത് കൊടുക്കും എന്നാണ് നമ്മുടെ സംഘപരിവാർ ചാനലുകളൊക്കെ എന്ന് വന്ന് സംസാരിച്ചിട്ടുള്ളത്. കാരണം പാവത്തിനെ താങ്ങി നിർത്തിയിട്ടില്ലേ, നാളെ എങ്ങാനും പാർട്ടി വിട്ടിട്ട് ഇപ്പുറത്തോട്ട് ചാടിക്കഴിഞ്ഞാൽ തീർന്നില്ല മക്കളെ കാര്യം. ഈ പറഞ്ഞ എന്താ പറയുക, അവിടെ 51 സീറ്റ് കേവല ഭൂരിപക്ഷം 51 സീറ്റ് പുള്ളിക്കാരി വിചാരിക്കുകയാണ് എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ തിരിച്ച് ചാടൂടാ എന്ന് പറഞ്ഞാൽ പണി അവിടെ ഇട്ടേണ്ടത് കിട്ടും. അതുകൊണ്ട് പിടിച്ച് നിർത്തിയേ പറ്റും. അപ്പം ഞങ്ങൾ വലുത് വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് തൽക്കാലം അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി നാളെ ചാടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ. ഇനി വി രാജേഷ് പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം കൈ കിട്ടി. 2034 ഒളിമ്പിക്സ് അല്ലേ പറഞ്ഞിരുന്നത്? 2034 ഒളിമ്പിക്സ് തിരുവനന്തപുരത്ത് വരുന്നാട്ടോ പറഞ്ഞത്. വെയിറ്റ് ചെയ്യുക, ചിരിക്കരുതിട്ട് ആരും ചിരിക്കരുത്, വെയിറ്റ് ചെയ്യും. പിന്നെ 2 കൊല്ലം കൊണ്ട് ലോകത്തിൽ, ഇന്ത്യയിലല്ല കേട്ടോ, ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് സിറ്റിയാക്കി തിരുവനന്തപുരത്തിനെ മാറ്റട്ടെ അല്ലേ, മാറ്റട്ടെ. നല്ല കാര്യം, മാറ്റണമൊക്കെ നമ്മൾ വളരെ നല്ല കാര്യം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ GDP-യിൽ നമ്മൾ ഇടക്കിടക്ക് മോദി ഒന്ന് തള്ളുന്ന പോലെ GDP ഉയർന്നു പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊക്കെ എപ്പോഴും പട്ടിണി തന്നെയുള്ളൂ. അതേ അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. അപ്പം നമ്മൾ വെറുതെ ഹൈപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം ഇരുന്നിട്ടൊക്കെ കാല് നീട്ടണം. അതല്ലാണ്ട് ഇങ്ങനത്തെ വാഗ്ദാനങ്ങളിൽ വീണിട്ടില്ല സകല ഈ എന്താ പറയുക തിരുവനന്തപുരത്തുകാരെ ചിന്തിക്കാൻ 5 വർഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. ചിന്തിക്കട്ടെ. കാരണം തൃശ്ശൂർ മലമറയ്ക്കും എന്നും പറഞ്ഞിട്ട് വന്ന നമ്മുടെ ആളായിരുന്നു അല്ലേ, നമ്മുടെ ബ്രാഹ്മണ്യ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വലിയ മനുഷ്യനല്ലേ നമ്മുടെ രാജാവണ്ണം വന്ന സമയത്ത് എല്ലാവരും ചാണത്ത് പോയി ചോട്ടിക്കൊടുത്തു. ഇപ്പം എന്താ അവസ്ഥ? ചാണത്തും കാലെടുക്കാനല്ല, അപ്പം അതിൽ കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുക. ഈ 5 കൊല്ലം സഹിച്ചല്ലേ പറ്റൂ. അപ്പം അതേ അവസ്ഥ തന്നെ ആവുമോ തിരുവനന്തപുരത്ത് എന്നുള്ളത് കണ്ടറിയാം. അതല്ലാണ്ട് ഒരു കോർപ്പറേഷൻ കിട്ടിയതുകൊണ്ട് BJP ഇതാ കേരളം പിടിച്ചു എന്ന് ഗോദി മീഡിയ പാടിയതല്ല യഥാർത്ഥത്തിൽ BJP-യുടെ അവസ്ഥ. വോട്ട് വീതം പോലും കുറഞ്ഞിരിക്കുന്ന, മുഞ്ചിത്തെറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ് BJP-ക്ക് ഇപ്പം നമ്മുടെ കേരളത്തിലുള്ളത്. അത് ഈ നാട്ടിലെ PR അല്ലെങ്കിൽ ഇവരുടെ ഗോദി മീഡിയകളും അല്ലെങ്കിൽ ഇവരുടെ സ്ലീപ്പർ സെല്ലുകളും അല്ലെങ്കിൽ ഇവരുടെ തന്നെ ചാനലുകളിലും കാണിക്കുന്ന ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് വെറും നമ്മുടെ മോദിജീനെ വിശ്വചക്കക്കുരുയാക്കി വെച്ച് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷൻ കിട്ടിയത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാവാത്തൊന്നുണ്ടല്ലോ ആൾക്കാർക്ക്. ഇനി
ഇവരുടെ ടൈമാണ്, അവർ ഭരിച്ചു കാണിക്കട്ടെ. പിന്നെ 5 കൊല്ലമുണ്ട്. അപ്പോൾ നമ്മൾ ചാണകത്തിലാണോ ചാണകത്തിൻ്റെ പടുകുഴിയിലാണോ വീണത് എന്നൊക്കെ ഈ സമയം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഏതാണെങ്കിലും വല്ലാത്തൊരു കഷ്ടമായി പോയി ആ ശ്രീലേഖ ചേച്ചിനെ പറ്റിച്ചത്. ഇനി ഭരണം കിട്ടിയ സ്ഥിതിക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയോ തിരുവനന്തപുരത്ത് ഇനി ബീഫ് വിളമ്പാൻ പാടില്ല എന്നുള്ള വർത്താനൊക്കെ പറയോ? രാജേഷേ, അങ്ങനൊന്നും പറയരുതട്ടോ. നിങ്ങൾ ഭരിക്കുന്ന എല്ലാ സ്ഥലത്തെ അവസ്ഥ അതാണ്. കേരളം മാറ്റി കഴിഞ്ഞിട്ടേ നിങ്ങൾ മേലോട്ടങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ BJP എവിടെ ഉണ്ട് അവിടെ നിന്ന് ബീഫ് പോലും വിളമ്പാൻ ആൾക്കാർ പേടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രാജേഷ് എന്ന് പറയാം, തിരുവനന്തപുരത്ത് ഇനി ബീഫ് പാടില്ല, ഞങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ബീഫ് പാടില്ല, പകരം ഉള്ളിക്കറി നിങ്ങൾ വിളമ്പിക്കുക എന്ന് പറയേണ്ട അവസ്ഥ ഒന്നും വരുത്തരുതിട്ടാ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിന്നുണ്ടല്ലോ നിന്ന നിപ്പിൽ ആൾക്കാർ ചൂരലിട്ടടിക്കും. നമ്മുടെ കേരളമാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ നല്ലത്. ഏതായാലും നമുക്ക് നോക്കാം എന്താവും ഇതൊക്കെ ഉള്ളത്. ഏതായാലും എക്സ് അമ്മച്ചി അല്ലാത്തൊരു സങ്കടത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ സങ്കടത്തിൽ എല്ലാവരും ഒരു നിമിഷം പങ്കെടുക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക ചേച്ചിക്ക് വേണ്ടിയിട്ട്. ചേച്ചിക്ക് വലുതെന്തോന്ന് BJP കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.